പണ്ട് കാലത്തെ ഓർമ്മകളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് തേൻമിഠായി. ഇതുപോലെ തേനൂറുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തേൻമിഠായി കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ 1 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. ഒരു ദിവസം പഴക്കമുള്ള ദോശമാവ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതിലേക്ക് ഞാൻ 2 തുള്ളി റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫുഡ് കളർ ചേർക്കാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ മഞ്ഞ കളറിലായിരിക്കും എന്ന് മാത്രം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂണിൽ താഴെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ട പഞ്ചസാര പാനി തയ്യാറാക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ചിട്ട് ഇത് 1 നൂൽ പരുവം ആവുന്നതിന് മുൻപായിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്യാം. 1 നൂൽ പരുവം കറക്റ്റായിട്ട് ആവണമെന്നില്ല, അതിന് തൊട്ട് മുൻപുള്ള ആ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കഷ്ടി ഒരു 1 നൂൽ ആവാനായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് ഒരു ചെറിയ സ്പൂൺ വീതം നമുക്ക് കോരിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം കേട്ടോ. ഒരുപാട് വലിപ്പമൊന്നും കൂടണ്ട, എന്നാൽ അത്യാവശ്യം വലിപ്പം വേണം. ഒരുപാട് ചെറുതാകാനും പാടില്ല. ആ ഒരു അളവിൽ നമുക്ക് ചെറിയ സ്പൂൺ വീതം കോരിയിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാവുന്നതാണ്. ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നന്നായി ആയിക്കഴിഞ്ഞ് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടി കോരി ഒഴിക്കാവുന്നതാണ്. ഇതിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് റൗണ്ട് ഷേപ്പ് വരണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി അങ്ങനെ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് വന്നില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എണ്ണയിലൊക്കെ കിടന്ന് വരുമ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് ഉരുട്ട് വന്നോളും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കയ്യിൽ കുറച്ച് വീതം ബാറ്റർ ഇങ്ങനെ കോരി ഒഴിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷേപ്പൊക്കെ കിട്ടുന്നതാണ്. ഇങ്ങനെ നമുക്ക് എല്ലാ ബാറ്ററും ഇതുപോലെ കോരി ഒഴിച്ച് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിത് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനിയിലേക്ക് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര പാനിക്ക് ചെറിയ ചൂടുണ്ടാവണം. അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ പഞ്ചസാര പാനിയൊക്കെ ഈ മിഠായിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ പഞ്ചസാര പാനിയൊക്കെ ഈ മിഠായിയുടെ ഉള്ളിൽ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേൻ ഊറുന്ന നമ്മുടെ തേൻ മിഠായി അല്ലെങ്കിൽ തേൻ നിലാവ് എന്നൊക്കെ പറയും. നമ്മുടെ ഈ തേൻ മിഠായി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ, ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ തേനൊക്കെ ഊറി വരുന്നുണ്ട്. എൻ്റെ തേൻ മിഠായിക്ക് കാണാനായിട്ട് വലിയ ലുക്കൊന്നും ഇല്ല എന്നുള്ളൂ, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.